എൻ്റെ അച്ഛനും എയർഫോഴ്സിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സൈനിക ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അച്ഛൻ്റെ കൂടെ പല സ്ഥലത്ത് സഞ്ചരിക്കാനും എയർഫോഴ്സിന്റെ ഫുൾ ലൈഫ് കാണാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടും. അപ്പോൾ അന്ന് എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു ലക്ഷ്യം ഒരു ഫൈറ്റർ പൈലറ്റ് ആവുക എന്നുള്ളതായിരുന്നു. ഭയങ്കര ക്രേസ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ എയർഫോഴ്സ് സ്റ്റേഷനിൽ കാണുമ്പോൾ പ്ലെയിനിൽ പറക്കുന്നു. അപ്പോൾ അതിൻ്റെ ആ ഫൈറ്റർ പ്ലെയിൻസ് MiG-21 ഒക്കെ എൻ്റെ ഒരു ഹരമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അതിനു വേണ്ടിയുള്ള ഒരു പരിശ്രമമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ എയർഫോഴ്സിന്റെ ടെസ്റ്റിന് പോയി ഈ പൈലറ്റ് ആപ്റ്റിറ്റ്യൂഡ് ബാറ്ററി ടെസ്റ്റ് എന്ന് പറയും, PABT. ആ ടെസ്റ്റ് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ കിട്ടാതെ വന്ന് ഇരുന്നപ്പോഴാണ് ഇനി അടുത്തത് എന്ത്, അപ്പോൾ ഒരു ചോദ്യം ചിഹ്നമായിട്ട് ഇരുന്നപ്പോഴാണ് പറഞ്ഞ് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് വെച്ചിട്ട് വീണ്ടും അപ്ലൈ ചെയ്ത് അങ്ങനെ ആർമിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആർമിയിൽ ചെന്നപ്പം ആർമിയെ കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ആദ്യം ഫൈറ്റർ പൈലറ്റ് ആവാൻ പറ്റില്ലെങ്കിൽ താഴെ നിന്നിട്ട് പ്ലെയിനിൽ താഴെ തിരിച്ചിടാന്നുള്ള രീതിയിലേക്ക് ആയിരുന്നു. അതായത് എയർ ഡിഫൻസ് എന്ന് പറയും. ആ എയർ ഡിഫൻസ് കോറിൽ പോകാനുള്ളൊരു ആഗ്രഹമായിരുന്നു എനിക്ക്. പക്ഷേ നമ്മളെ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ ഞാൻ ചെന്ന സമയത്ത് എൻ്റെ ഇൻസ്ട്രക്ടർ, അന്നത്തെ ക്യാപ്റ്റൻ പെൻഡാർക്കർ എന്ന് പറയും, അദ്ദേഹം ഇന്ന് ജനറൽ പെൻഡാർക്കർ ആണ്. അദ്ദേഹം രാഹുൽ ദ്രവിഡിന്റെ അളിയനാണ് ആക്ച്വലി. അപ്പം അദ്ദേഹം ആണ് എന്നെ ആക്ച്വലി ഒരു ഇൻഫൻട്രി ഓപ്റ്റിയാക്കി മാറ്റാൻ, അതായത് ഇൻഫൻട്രിയിലേക്ക് വരണം എന്നുള്ള രീതിയിലേക്ക് മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു പ്രൈം റീസൺ അദ്ദേഹമായിരുന്നു. അദ്ദേഹം ഒരു ഇൻഫൻട്രി ഓഫീസറായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നിൽ എന്തോ കണ്ടു, ആ ഇൻഫൻട്രിയിൽ വരണം എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം മോട്ടിവേറ്റ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഇൻഫൻട്രിയിലേക്ക് ആകർഷകമായി ഇൻഫൻട്രിയിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ ഞാൻ അന്ന് എൻ്റെ മദ്രാസ് റെജിമെന്റ്, ഗോർഖ റെജിമെന്റ് ആൻഡ് രാജ്പൂത് റെജിമെന്റ്, ഇതായിരുന്നു എൻ്റെ ഓപ്ഷൻ ആയിട്ട് ഞാൻ കൊടുത്തിരുന്നത്. അതിനകത്ത് എനിക്ക് രാജ്പൂത് റെജിമെന്റ് ആണ് കിട്ടിയത്. നമുക്കറിയാം രാജ്പൂത് റെജിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിന്റെ ഏറ്റവും വളരെ പഴക്കമുള്ള ഒരു റെജിമെന്റ് ആണ്. മഹാറാണ പ്രതാപ് സിംഗിന്റെ ഒക്കെ വംശജരായിട്ടുള്ളവരും വളരെ പോരാട്ടങ്ങളൊക്കെ നല്ല ഭയങ്കരമായിട്ടുള്ള ഒരു യുദ്ധമൊക്കെ ചെയ്ത് ആ ഒരു ജനതയാണ് ഈ രാജ്പൂത് അല്ലെങ്കിൽ രജപുത്ത് എന്ന് നമ്മുടെ നാട്ടിലും പറയുന്ന ആ ഒരു കമ്മ്യൂണിറ്റി. അപ്പൊ അങ്ങനത്തെ ഒരു റെജിമെന്റിലാണ് ഞാൻ ചെല്ലുന്നത്. അപ്പൊ എന്റെ റെജിമെന്റ് പറഞ്ഞാൽ 14 രാജ്പൂത്ത് ആണ് എന്റെ റെജിമെന്റ്. അപ്പൊ അത് ഏകദേശം ഒരു 75 വർഷം പഴക്കമുള്ളതാണ്. ബ്രിട്ടീഷേഴ്സിന്റെ തൊട്ടുള്ള സമയമാണ്. 1940 അത് റേസ് ചെയ്തത്. ആദ്യത്തെ ഫസ്റ്റ് 3 കമാൻഡിംഗ് ഓഫീസേഴ്സ് ബ്രിട്ടീഷേഴ്സ് ആയിരുന്നു. ഞാൻ അതിന്റെ 33ാമത്തെ കമാൻഡിംഗ് ഓഫീസർ ആയിരുന്നു. അപ്പൊ ഞാൻ കമ്മീഷൻ കിട്ടി 14 രാജ്പൂത്തിൽ ചെന്ന് അങ്ങനെ 14 രാജ്പൂത്തിലാണ് എന്റെ ലൈഫിലെ നല്ലൊരു സമയം അതിനകത്ത് ചെലവഴിച്ച് അതിന്റെ കൂടെ എല്ലാ ഫീൽഡ് എന്ന് പറയുന്നത്, അതായത് ആക്ഷൻ നടക്കുന്ന സ്ഥലത്തുകളെല്ലാം അതിന്റെ കൂടെ പോകാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അപ്പൊ ഇതാണ് ആക്ച്വലി പറഞ്ഞ എന്റെ ഒരു സൈന്യത്തിലേക്ക് വരാനുള്ളത്. എനിക്ക് ആഗ്രഹമല്ല, എന്റെ മനസ്സിനകത്ത് ഒരു ഫൈറ്റർ പൈലറ്റ് ആവണമെന്നായിരുന്നു. പക്ഷെ ദൈവം എനിക്ക് തന്ന വഴി ഗ്രൗണ്ടിലെ ഫൈറ്റർ ആവണമെന്നാണ്. ആൻഡ് അതിലുകൊണ്ട് ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും എന്റെ സ്വഭാവത്തിലും എന്റെ ആപ്റ്റിറ്റ്യൂഡിലും ഏറ്റവും പറ്റിയ രംഗം ഇന്ന് ഈ ഇൻഫൻട്രി ഓഫീസർ ആവാൻ തന്നെ ആയിരുന്നു.